ഹായ് ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗെയ്സ്. അപ്പോൾ കുറേ നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ എന്നെ സ്നേഹിക്കുന്ന എത്ര പേരിലോട്ട് ഈ ഒരു വീഡിയോ എത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ ഇതിവിടെ ഇടുവാണ് ഗെയ്സ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റീൽസും ഒരു ഷോർട്സും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ കണ്ടവരൊക്കെ ഒരുപാട് നല്ല കമൻസും അതുപോലെ തന്നെ കുറേ പേര് എനിക്ക് ഡിഎം ചെയ്തിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഞാൻ കുറേ നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങളുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഇല്ല. യൂട്യൂബിലെ വ്യൂസുമായിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലെ എൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് കുറേ നാളായി ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോ അതുപോലെ ഷോർട്സ് ആയിട്ട് ഇടുന്നതേ ഉള്ളൂ. കുറേ നാളായിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ ഒരു നല്ലതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു അല്ലെന്നുണ്ടെങ്കിൽ അതായത് ഞാൻ രക്ഷപ്പെടണം അല്ലെങ്കിൽ ഞാൻ ഒന്ന് നന്നായി കാണണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് കമൻറ്റ്സ് എനിക്ക് കാണാൻ പറ്റി. ഒരുപാട് പേരുടെ മെസ്സേജസ് എനിക്ക് കിട്ടി. ഇതിനൊക്കെ ഞാൻ അർഹനാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനത്തെ സന്തോഷമായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഒരു ചെറിയൊരു ഷോർട്സാണ്. എൻ്റെ 2024 മുതൽ എൻ്റെ 2026 വരെയുള്ള ഒരു ചെറിയൊരു ജേണിയുടെ ഒരു വീഡിയോ ആണ്. ഒരു ചെറിയൊരു ബോംബ് ഇങ്ങനെ പൊട്ടിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്സാണ് ഞാൻ ഇട്ടിരുന്നത് ഗെയ്സ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഗെയ്സ്. ആദ്യം തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു താങ്ക്സ് ആണ് പറയാനുള്ള. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വിജയത്തിൻ്റെ പിന്നിൽ നിങ്ങളാണ് ഗെയ്സ്. അതായത് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ഫാമിലിയാണ് എൻ്റെ എല്ലാ വിജയത്തിൻ്റെ മുന്നിൽ. കാര്യം ഞാൻ എല്ലാം തുടങ്ങിയത് യൂട്യൂബിൽ നിന്നാണ്. ഞാൻ ഇപ്പോഴും യൂട്യൂബിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. ഓരോരുത്തരുടെയും ഓരോ സീസണിലാണ്. അതായത് ഞാൻ പണ്ട് ഗെയിമിങ്ങിൽ തുടങ്ങി, അതിനുശേഷം വ്ളോഗ് ഇട്ട് തുടങ്ങി, അതിനുശേഷം വ്ളോഗെല്ലാം നിർത്തി ഇപ്പോൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നും എൻ്റെ കൂടെ ഉള്ളത് നിങ്ങളാണ് ഗെയ്സ്. വ്യൂവേഴ്സ് ആയിട്ടുള്ള നിങ്ങളാണ്. അപ്പം നിങ്ങളാണ് എൻ്റെ എല്ലാ വിജയത്തിൻ്റെ മുന്നിൽ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ തുടങ്ങാൻ പോകുന്നത്. വെറും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ഒരു ആവറേജ് ബോയായി എന്നെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു, സപ്പോർട്ട് ചെയ്തു. ഫിനാൻഷ്യലി ആയിക്കോട്ടെ, മെന്റലി ആയിക്കോട്ടെ, ഞാൻ ഒന്ന് സ്റ്റേബിളായി. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു, ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ഞാൻ തളർന്നുപോയ പല നിമിഷങ്ങൾ ഇനി എന്നെ കൊണ്ട് പറ്റൂലെന്ന് എൻ്റെ മനസ്സ് പലതവണ പറഞ്ഞപ്പോഴും നിങ്ങളുടെ ഓരോ കമന്റും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ മെസ്സേജുമാണ് എന്നെ വീണ്ടും മുന്നോട്ട് തന്നെ പോകാൻ പ്രേരിപ്പിച്ചത്. സോ താങ്ക് യു ഗെയ്സ്, താങ്ക്സ് ലോട്ട്. അന്നും ഇന്നും എൻ്റെ കൂടെ നിന്നതിന്. എനിക്ക് ഒരുപാട് അങ്ങനെ വലിയ സപ്പോർട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വലിയൊരു ഫോളോവർ കൗണ്ടോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഉള്ള കുറച്ച് പേരുണ്ട് എൻ്റെ അന്നോട്ട് ഇന്ന് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ തിരക്കുന്ന കുറച്ച് എനിക്ക് ഡൈഹാർഡായിട്ടുള്ള എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുണ്ട്. സോ നിങ്ങളുള്ളത് കൊണ്ടാണ് ഇപ്പോഴും എനിക്ക് ഇവിടെ വന്നിങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ളൊരു സ്പേസ് ഉള്ളത്. സോ താങ്ക് യു ഗെയ്സ്. എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും അത് മതിയാവില്ല. ഈ ഒരു നിമിഷത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്തല്ലാതെ വേറെ ആരെടുത്തും ഞാൻ അന്നോട്ട് ഞാൻ ഇതുവരെ വന്ന സമയത്ത് എനിക്ക് പല കൂട്ടുകാരായിക്കോട്ടെ, അതുപോലെ സപ്പോർട്ട് ചെയ്തവരായിക്കോട്ടെ, ഓപ്പർച്യൂണിറ്റീസ് തന്നവരായിക്കോട്ടെ, അതെല്ലാവരും മാറി വന്നുകൊണ്ടിരുന്നു. പക്ഷേ നിങ്ങൾ സ്റ്റേബിളായിരുന്നു ഗെയ്സ്. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് മാത്രമേ എനിക്ക് ആ ഒരു നന്ദി പറയാനുള്ളൂ. പിന്നെ എൻ്റെ ഫാമിലി, അവരെന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അപ്പോൾ അവരെടുത്ത് നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒരുപോലെ നന്ദിയുണ്ട്, കടപ്പെട്ടിരിക്കുന്നു. 2018 ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. ഒരു ക്യൂരിയോസിറ്റിക്ക് തുടങ്ങിയ ഒരു ചാനലാണ് ഇത്. പിന്നെ അത് മോണിറ്റൈസ്ഡ് ആയി. ഫസ്റ്റ് റവന്യൂ വന്നു, ഫസ്റ്റ് ഫോൺ വാങ്ങി, ഫസ്റ്റ് ബൈക്ക് വാങ്ങി. അതിനുശേഷം ലൈഫ് വേറെ ലെവലോട്ടാണ് പോയത്. എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് യൂട്യൂബേഴ്സ്, അവരുമായിട്ട് ഒരുമിച്ചുള്ള ദിവസങ്ങൾ, വേറൊരു ഫാമിലി, എക്സ്ട്രീം ഹാപ്പിനെസ്, എല്ലാം അടിപൊളി. പക്ഷേ എൻ്റെ പ്രയോറിറ്റീസ് അവിടെ മാറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലി സെക്കൻഡ് പ്ലേസിലോട്ട് മാറി. ടൈം, എഫേർട്ട്, മണി, അങ്ങനെ എല്ലാം ഞാൻ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരുമിച്ച് രക്ഷപ്പെടും എന്നുള്ള ഒരു ആഗ്രഹം മാത്രം വെച്ചിട്ട്. പക്ഷേ അത് ഫെയിലിയറായി. അങ്ങനെ അതെല്ലാം വിട്ട് വീണ്ടും സീറോയിലോട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. പക്ഷേ സീറോ റിഗ്രറ്റ്. കാരണം ഞാൻ അവിടെ നിന്ന് സമ്പാദിച്ചെല്ലാം ഞാൻ അവിടെ വിട്ടിട്ടാണ് വന്നത്. ഒന്നും ഞാൻ കൊണ്ടുവന്നില്ല. പിന്നെ ഒരുപാട് നല്ല സമയം എനിക്ക് കിട്ടി. സോ അതിൽ ഞാനൊരു ഹാപ്പിനെസ് ആണ്. സോ അതാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൽ എനിക്ക് കിട്ടിയത് ആകെ കുറച്ച് മൂമെൻറ്റ്സ് ആണ്. പക്ഷേ അതെല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ അത് ഇന്ന് എൻ്റെ കയ്യിലില്ല. അത് എൻ്റെ കാരണമല്ലാതെ എനിക്കതെല്ലാം ഒഴിവാക്കേണ്ടി വന്നു. സോ അതിൽ മാത്രം ഇന്ന് എനിക്ക് ചെറിയൊരു റിഗ്രറ്റ് ഉണ്ട്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. എനിക്കൊരു ശാപം പോലെയാണ്. അതായത് ഞാൻ എവിടെയൊക്കെ ആത്മാർത്ഥത കൂടുതൽ കാണിക്കുന്നു അവിടെ നിന്നെല്ലാം എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് തുടങ്ങിയത് എൻ്റെ +2 കാലഘട്ടം തൊട്ടാണ്. ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന അടി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെതാണ്. +2 പഠിക്കുന്ന സമയത്ത് +2 ലാസ്റ്റ് എക്സാമിൽ എൻ്റെ ഫോണ് കളഞ്ഞു പോയായിരുന്നു. ഫോൺ ആരും അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അപ്പം ഞാൻ അവിടെ മൊത്തം തപ്പിയപ്പോഴും എനിക്കത് കിട്ടിയില്ല. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ എല്ലാവരുടെ ബാഗും കാര്യങ്ങളൊക്കെ തപ്പി. പക്ഷേ അവസാനമാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഫോൺ കൊണ്ടുപോയത് അവനാണെന്ന്. ആ ഒരു നിമിഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഫോൺ ആരാണ് എടുത്തതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നു. ഞാൻ ആ ഒരു സമയത്ത് എൻ്റെ ഉമ്മാരുടെ അടുത്ത് പറഞ്ഞ് കുറേ കരഞ്ഞായിരുന്നു. എനിക്ക് ഫോൺ കിട്ടണ്ടായിരുന്നു, ആരാണ് എടുത്തതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നു. കാര്യം എൻ്റെ ഫോൺ പോയതിനേക്കാളും വിഷമം ആരാണ് എടുത്തതെന്ന് അറിഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. സോ
അവിടെ നിന്ന് എനിക്ക് തുടങ്ങി. അതിനുശേഷം ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അതെനിക്ക് അവിടെ നിന്ന് കിട്ടി. അതിനുശേഷമാണ് ഞാൻ എല്ലാം വിട്ട് രക്ഷപ്പെടണമെന്നുള്ള ഇതിൽ ഞാൻ അങ്ങോട്ട് പോയത്. പിന്നെ അവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ആയി, അവിടെ നിന്ന് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. ഞാൻ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ നാട്ടിലെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ, നാട്ടിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി, ചെറിയൊരു ഈഗോ ക്ലാഷ് ആയിരുന്നു. പിന്നെ അതിൻ്റെ പേരിൽ കുറച്ച് സീനുകളായി. പിന്നെ കൂട്ടുകാർ, ഞാൻ എവിടെയൊക്കെ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. അതെൻ്റെ ഒരു ശാപമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഞാൻ പഠിക്കുന്നില്ല. എത്ര കിട്ടിയാലും ഒരു തവണ പൂച്ച വെള്ളത്തിൽ വീണാൽ പഠിക്കണമെന്നാണ്, പക്ഷേ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. ഞാൻ വീണ്ടും അടുത്ത വെള്ളം കാണുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോയി ഞാൻ കുറേ പഠിച്ചു കേസ്. അപ്പം ഇതെല്ലാം ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ കൂടെ കൂട്ടുകാരോ നാട്ടുകാരോ ആരും കാണത്തില്ല, നമ്മുടെ വീട്ടുകാർ മാത്രമേ കാണത്തുള്ളൂ, നമുക്ക് നമ്മളെ കാണത്തുള്ളൂ. അവിടെ നിന്ന് ഞാൻ മാറി ചിന്തിച്ചു. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എൻ്റെ ഫാമിലിയെ സേഫ് ആക്കാൻ, സെക്യൂർ ആക്കാൻ നോക്കി. പണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഫ്രീഡം, ഹാപ്പിനെസ് അതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. എവിടേക്കോ ഞാൻ ഒരു പുതിയൊരു മനുഷ്യനായി, സത്യം പറയാല്ല. ഇന്ന് എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റി. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള വീട് എന്നതിലേക്കുള്ള ചുവടുവെപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഇനി അത് ഇവിടെ വേണോ അതോ വേറെ എവിടെയെങ്കിലും സ്ഥലം മേടിച്ചിട്ട് വേണോ അതോ ഇനി വേറെ ഒരു വീട് മേടിക്കണമെന്ന് മാത്രം എനിക്ക് ചിന്തിച്ചാൽ മതി. അതിൻ്റെ ഒരു അപ്ഡേഷനായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പക്ഷേ അന്ന് ഈ ചാനലിൻ്റെ പേര് പ്രോക്കളൻ എന്നായിരിക്കില്ല. അതെൻ്റെ ഒരു വാശിയാണ് ഗെസ്. കാര്യം ഞാനൊരു ഗെയിമിങ്ങിൽ തുടങ്ങിയ ഒരു ചാനലിൻ്റെ പേരാണ് ഈ പ്രോക്കളൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെനിക്ക് മാറ്റി ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരിലോട്ട് മാറണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേരോ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നല്ല പേരെന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അവർക്ക് ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കേസ് ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇത് വ്ളോഗല്ല, എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും കിടിലൊരു അപ്ഡേഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ കൂടെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നൊരു നന്ദിയാണ്. അപ്പോൾ എന്തായാലും ഗീസ് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ഗീസ്, ലവ് യു ഓൾ, ടാറ്റാ.